ദൈവിക വാഗ്ദത്ത പൂർത്തീകരണത്തിൻ്റെ ഇടയിൽ കയറി വരുന്ന ഏത് പ്രതികൂലത്തെയും സ്വർഗത്തിലെ ദൈവം കൈകാര്യം ചെയ്യും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവശബ്ദം ആരായുന്ന, കർത്താവെ എന്നോട് സംസാരിക്കണം എന്നുള്ള ദാഹത്തോടെ ഈ മെസ്സേജ് തുറക്കുന്ന നിങ്ങളോട്, നമ്മളോട് പരിശുദ്ധാത്മാവിന് ഇന്ന് സംസാരിക്കാനുള്ള ശബ്ദത്തിന് വേണ്ടി നമുക്കൊരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ട്. നിങ്ങളുടെ ദൂതിനു വേണ്ടി കാതോർക്കുന്നവരാണ് അങ്ങയുടെ മക്കൾ. നിങ്ങളുടെ ശബ്ദം ആരായുന്നവരാണ് അങ്ങയുടെ ജനം. അവരോട് അങ്ങേക്ക് സംസാരിപ്പാനുള്ളത് അവിടെ സംസാരിച്ചാട്ട് മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചില കാര്യങ്ങൾക്കായിട്ട് ഞാൻ നിങ്ങളുമൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഇടയ്ക്ക് ചില പ്രതികൂലങ്ങൾ വരാറുണ്ട് അല്ലേ? എന്തിനു വേണ്ടി അത് വരുന്നതെന്നറിയാമോ? ആ ദൈവപ്രവൃത്തിയെ തടയാൻ വേണ്ടിയാണ്. പ്രാർത്ഥനയോടെ ചുവട് വെച്ചിരിക്കുന്ന അതിനകത്തൊരു പൂർത്തീകരണം കാണാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് മിലീത്തയുടെ മണ്ണിൽ പൗലോസ് എത്തപ്പെട്ടൊരു കാര്യമാണ്. സ്വർഗത്തിലെ ദൈവം ദിവസങ്ങൾക്ക് മുമ്പ് അവനോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിന്നെ റോമയിൽ എൻ്റെ സാക്ഷിയാക്കും. ഈ കപ്പലിനകത്ത് ദൈവം എല്ലാവരും തകർന്ന് തരിപ്പണമായി, ഇനി രക്ഷപ്പെടത്തില്ല, വല്ലാത്ത കൊടുങ്കാറ്റ്, ഈശാനമൂലുന്ന കൊടുങ്കാറ്റൊക്കെ അടിച്ച് രക്ഷപ്പെടത്തില്ല എന്നുള്ള ആശയൊക്കെ അറ്റുപോയി നിൽക്കുന്ന കാലഘട്ടത്തിൽ, അങ്ങനൊരു സന്ദർഭത്തിൽ സ്വർഗത്തിലെ ദൈവം അവനോട് പറയാം, നിന്നെ കൈസയുടെ മുമ്പിൽ നിർത്തും. കൈസയുടെ മുമ്പിൽ നിർത്തും. കാരണം എന്താ? കൈസരുടെ അരമനയിലുള്ളവർ വന്ദനം ചൊല്ലത്തക്ക വിധത്തിലുള്ള ഒരു ദൈവനീതി പൗലോസിൻ്റെ മേൽ കിടക്കുക. സുവിശേഷത്തിനെതിരായിട്ട് ആരൊക്കെ എന്തൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്താലും ഇത് ഉയരത്തിൽ നിന്നുള്ള ശബ്ദമായതുകൊണ്ട് ഇതിനെ നിർത്താൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ നിർത്താൻ നോക്കുന്നവനെയും കൂടെ ഇതിൻ്റെ വക്താക്കളാക്കി മാറ്റിയ ചരിത്രമേ ഉലകത്തിൽ ഇതിനകത്ത് കാണാൻ കഴിയത്തു. ഇവിടെ നോക്കിയേ, പൗലോസ് ഒരു ദൂത് പറയുകയാണ്, നമ്മൾ ഒരു ദ്വീപിൻ്റെ മേൽ മുട്ടി വീഴും. അങ്ങനെ അവരെവിടെത്തി? മിലീത്തയിലെത്തി. അവിടെ എത്തിയിട്ടോ അവിടുത്തെ നീതിദേവി അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നു? ഇല്ല. ആണാലി കയ്യെ കടിച്ചാൽ എന്ത് സംഭവിക്കും ദൈവമക്കളെ? അടുത്ത നിമിഷങ്ങളിൽ മരണം സംഭവിക്കും. ആ ദേശശക്തിയുടെ മുഴുവൻ സ്വാധീനങ്ങളും ഉൾക്കൊണ്ട പൈശാചിക ശക്തി പൗലോസിൻ്റെ കൈ കൊണ്ടിനി സുവിശേഷവേല ചെയ്യരുത്. കൈവെക്കുമ്പോഴാണല്ലോ കൃപ ജ്വലിക്കുന്നത്. അത് സംഭവിക്കരുത് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ദുഷ്ടസ്വാധീനങ്ങൾ ആമേൻ അവിടെ ചലിക്കുമ്പോൾ ബാക്കി 275 പേർക്കും ഇല്ലാത്തൊരു പ്രതികൂലം 276 ആൾക്ക് നേരിടുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തിയെങ്കിലും തകർന്നു പോകാൻ വിളിച്ചിറക്കിയ ദൈവം അനുവദിച്ചില്ല, സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വാഗ്ദത്ത പൂർത്തീകരണത്തേക്കുള്ള യാത്രയുടെ മധ്യത്തിലാണ് മിലീത്തയുടെ മണ്ണിൽ പൗലോസ് എത്തപ്പെടുന്നത്. പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ അസാധാരണമായ ഫേവറും കരുതലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ അണലി തന്നെ അവന് സുവിശേഷം അറിയിക്കാനുള്ള മുഖാന്തരമായിട്ട് മാറ്റി. അവനതിനെ കുടഞ്ഞു കളഞ്ഞെന്നാണ് വായിക്കും. ചിലനെ കുടയണം ഈ ദിവസങ്ങൾ കേട്ടോ. എവിടെ കുടയണം? തീക്കകത്ത് കുടയണം. തീയില്ലാതെ കുടഞ്ഞാൽ പിന്നെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ആത്മാവിൻ്റെ തീ കത്തി കുടഞ്ഞു കളഞ്ഞാൽ ഒരിക്കലും പിന്നെ തല പൊക്കത്തില്ല കേട്ടോ. നിന്നെ തകർക്കുമെന്നും നിന്റെ നേരെ വിഷം ചീറ്റുമെന്നും ഒക്കെ പറഞ്ഞ് വാക്കുകളുടെ വിഷം, ചില പ്രവർത്തികളുടെ വിഷം ചീറ്റുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ചില സ്വാധീനങ്ങളുടെ വായ അടയ്ക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ അഗ്നി നിൻ്റെ മുമ്പിൽ കത്തുന്നുണ്ട് ദൈവപൈതലേ. ആ തീ കത്തുന്നത് കൊണ്ട് ആ അപശബ്ദങ്ങൾ, ആ ദുർവ്യാപാര മേധസ്സുകൾ നിന്റെ നേരെ ശക്തിയോടെ പൊങ്ങി വരുന്നത്. ആത്മാവി നീ അതിനെ അടയ്ക്കണം. ആത്മാവി നീ അതിനെ അമർച്ച കൽപ്പിക്കണം. സ്വർഗം നിനക്ക് കൂട്ടു നിൽക്കും. നിൻ്റെ അതരത്തിലൂടെ ശക്തി പുറപ്പെടും. ദൈവനാമം നിന്നിലൂടെ മഹത്വപ്പെടും. അയ്യോ ദൈവമേ, അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തെ മാറി നിൽക്ക് എന്ന് പറയുന്ന അധികാരത്തിൻ്റെ ശബ്ദം ചില മേഖലകളിൽ ഉപയോഗിക്കണം. മോശയോട് ദൈവം ചോദിക്കും, നീ എന്തിനാണ് കരയുന്നത്? മുന്നോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കുക. വടിയെടുത്ത്
കടലിനെ മേലെ നീട്ടുക. അധികാരത്തിൻ്റെ വടി ലഭിക്കാത്ത ഒരാൾ പോലും ഈ ശബ്ദം കേൾക്കുന്നില്ല. നാവിലായിരിക്കാം ചിലപ്പോൾ ദൈവം നിനക്ക് തരുന്നത്, കണ്ണിലായിരിക്കാം, കരത്തിലായിരിക്കാം. ഉപയോഗിക്കുക കുഞ്ഞെ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ പ്രതികൂലം രണ്ടായിട്ട് വഴിമാറി അതിൻ്റെ മുമ്പിലൂടെ നീ പുറത്തു വരുന്നത് ആത്മാവിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അക്കരയെത്തി തപ്പെടുത്ത് നൃത്തം ചെയ്യത്തക്ക വിധത്തിൽ ആ പ്രതികൂലത്തെ സന്തോഷമാക്കി ദൈവം മാറ്റും. ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവകരങ്ങളിൽ സമർപ്പിക്കാമോ? കർത്താവിൻ്റെ കരങ്ങളിൽ. അതെ, നിൻ്റെ ജീവിതത്തിൽ ഇടയിൽ കയറി വരുന്ന ഏതൊരു പ്രതികൂലത്തെയും സ്വർഗം കൈകാര്യം ചെയ്യാൻ പോവാം. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഹൃദ്യമായിട്ടും വ്യക്തമായിട്ടും ആഴമായിട്ടും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ഈ ശബ്ദം ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടേതാണെന്ന്. ഈ ആലോചന ഞങ്ങൾ ഏറ്റെടുക്കുന്ന അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതാണ്. മനസ്സലിവുള്ള കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവം ഞങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടാൻ കരുണ കാണിച്ചതിന് നന്ദി. ഈ സന്ദേശം ഉൾക്കൊണ്ട് ലീവനോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി ഞാനിപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്നു. അവരുടെ ലൈഫിനകത്ത് ഇതുപോലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ഇടയിൽ കയറി വന്ന അണലികളെ കൊടഞ്ഞ് മുന്നേറാൻ കൃപ കൊടുക്കുക. ബ്ലസ് യു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.